ഗുരുവായൂർ അമ്പലനടയിൽ ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഇനി നേരെ ആനക്കോട്ടയിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക AKG കവാടം. പണ്ട് ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായില്ലേ? AKG അല്ലേ പണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് മമ്മിയൂര് ക്ഷേത്രം. അപ്പം ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവിടെയൊക്കെ ഒന്ന് കയറി തൊഴുതിട്ട് ഇറങ്ങുവാണ്. ഇത് വളരെ പ്രസിദ്ധമായിരുന്നൊരു മഹാദേവ ക്ഷേത്രമാണ്. അപ്പം നമ്മളിപ്പോൾ ആനക്കോട്ടേൻ്റെ പാർക്കിങ്ങിലാണ്. ഞാൻ മുന്നേ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും ആനക്കോട്ടയിലോട്ട് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ വലിയ ക്യൂ ആണ്. കോട്ടയുടെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ക്യൂ ആയത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും പിന്നെ ക്യാമറകൾക്ക് വേറെ ചാർജാണ്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശന സമയം. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ആനക്കോട്ടയുടെ അകത്തേക്ക് പോവുക. കോട്ടയുടെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കിടിലം കോട്ടയാണ് ഇത്. ഇതിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ 1985 ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചത്. ഇവിടെ ഏകദേശം ഒരു 100ഓളം ആനകൾ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ അത്രയൊന്നുമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്തുന്ന ആനകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ആനകളെ നടയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി, അതുപോലെ ജയലളിത, പിന്നെ തൃശ്ശൂർ ശോഭാ സിറ്റിയുടെ ഓണർ, അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ ഇവിടെ ആനേനെ നടയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പാപ്പാമാരും സഹായികളും ഒക്കെ ഉണ്ട്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഗുരുവായൂർ വരുന്നവരൊന്നും ഇത് മിസ്സാക്കല്ലേ. പട്ടെടുത്ത് തുമ്പിക്കൈ, കൊമ്പ്, കണ്ണ് ഇട്ടിട്ട് ആനക്കൊമ്പന്റെ പാട്ട് പാടിയേ. ഇവിടെ ശരിക്കും 3 ആനകളുണ്ട്. അത് ഈ ആനക്ക് കൊമ്പ് കൊടുത്തു. ഈ ആനേന്റെ പേര് ദേവി. ആനേനെയോ? ആനേൻ്റെ കളികൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ 3-4 ആനകളെ കുറച്ച് ദൂരെയാണ് തളച്ചിട്ടുള്ളത്. അവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ കുറച്ച് ഡേഞ്ചറാന്ന് തോന്നുന്നു. തൂട്ടനവിടെ എൻട്രൻസിൻ്റെ അടുത്തുനിന്നേ ഒരു ഐസ്ക്രീം വാങ്ങിയായിരുന്നു. ഇപ്പോൾ അത് കൈക്കൊക്കെ ആക്കിയിട്ട് അത് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ബേക്കിലൊരാണ്. ശരിക്കും അവൻ പേടിച്ചുപോയി. ഇതോടെ മേക്കുന്നേ ഇവനാണ് നമ്മുടെ കരിങ്കാളി കളിക്കുന്ന ആന. ഇവനിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഓരോ പോസൊക്കെ ഇടും. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കി ആനയുടെ കളി നോക്കി. ചീറ്റിംഗ് എന്താ ആടീന്ന് ആടുന്ന വെള്ളം എടുത്തിട്ടാണ് മോശം വെള്ളം. കളിക്കുന്നത് അത് കളി നോക്കിയിട്ട് തുമ്പിക്കൈയാണ് കളികളിൽ ചാളല്ലേ. ഇത്തോടെ ഡാൻസ് കളിച്ചേ.
ആനക്കോട്ടയിലെ എന്റർടൈനർ ആണെന്ന് തോന്നിയത്. ഒരേ ഡാൻസും പോസും. ഇഷ്ടം പോലെ ആനകളുണ്ട്. ഇത്തൂട്ട കണ്ടില്ലേ ഈ ആനനെ? കളിയൊന്നുമില്ല അല്ലേ? അടങ്ങി നിൽക്കുക, വീക്ഷിക്കുകയല്ല. നാന്ന് ഈ ആനേന്റെ കുറേ ആൾക്കാരൊക്കെ ആനയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. പഴക്കൊലയൊക്കെ നമുക്ക് പാപ്പാനോട് ചോദിച്ചിട്ട് ആനയ്ക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റും ഇവിടുന്ന്. അതുപോലെ കുറച്ച് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റും. പാപ്പാനോട് ചോദിച്ചാൽ മതി. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ആനേനെയൊക്കെ കണ്ടിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ആനയ്ക്ക് കൊടുക്കേണ്ട ഇഷ്ടം പോലെ പട്ടകള് അവിടെ വെള്ളവും ടൈം ആകുമ്പോൾ എടുത്തിട്ട് പൊട്ടിച്ചു കൊടുക്കും. ആനക്കോട്ടയുടെ ഉള്ളിൽ തന്നെയുള്ളൊരു കുറച്ച് വലിയൊരു കുളമാണ് ഇത്. അപ്പൊ ഇതൊക്കെ ആനക്കോട്ടയിലെ ഓരോരോ കാഴ്ചകളാണ്. നമ്മൾ ആനേനെയൊക്കെ കണ്ടിട്ട് ഒരു 3 മണിയാകുമ്പോൾ ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇനി നേരെ കിഴക്കമ്പലത്തേക്ക്. അപ്പം ഒരു 3:15 ആകുമ്പോഴത്തേക്ക് ഇവിടെ ആനക്കോട്ടയിൽ നല്ല തിരക്കാണ്. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അധികവും. എന്താ മോനെ ഇവിടെ? ഇവിടെ കൊന്നപ്പൂ കണ്ടപ്പോ ഇത്തോട്ടെ കാണിച്ചു തരും എനിക്ക്. കൊന്നപ്പൂ ഉണ്ടല്ലേ? കൊറേ കൊന്നപ്പൂ ഉണ്ടല്ലേ? അപ്പൊ നമ്മള് കിഴക്കമ്പലെത്തി. 6 മണി 6:15 കിഴക്കമ്പലം എത്തിയിട്ടുണ്ട്. ഗുരുവായൂരിന്ന് 3:15 ചേട്ടാ? 3:15 ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര നല്ല മെല്ലെയാണ് വന്നത്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇത്തൂട്ട നല്ല ഉറക്കാണ്. ഞാനും കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രിയാണ് ഉറങ്ങിയിട്ടേ ഇല്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ അങ്ങനെ ഗുരുവായൂർ റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് തൊഴാൻ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കമുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡും ഇന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് കിഴക്കമ്പലത്തുള്ള മാഗിയുടെ മുമ്പിൽ വണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ രേശേട്ട ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഫുഡ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെറിയ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.